നമസ്കാരം. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരനെ. ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നമ്മുടെ അധികാരികളുടെ ഒക്കെ മൂക്കിന്റെ തുമ്പത്ത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പാറശാല പോലീസ് സ്റ്റേഷൻ കസ്റ്റഡി മരണത്തിൽ കൊല്ലപ്പെട്ട ശ്രീജീവ് എന്ന യുവാവിന്റെ സഹോദരൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. കഴിഞ്ഞ 3000-ലധികം ദിവസമായി, അതായത് കഴിഞ്ഞ 8 വർഷക്കാലത്തിലധികമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ശ്രീജിത്ത് എന്ന യുവാവ് കിടപ്പുണ്ട്. മഴയും വെയിലും കൊണ്ട് സ്വന്തം സഹോദരന് നീതി ലഭിക്കാൻ സഹോദരനെ കൊലപ്പെടുത്തിയ പോലീസുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന യുവാവ്. എന്താ അല്ലേ, ലജ്ജിക്കാം. മാറി മാറി വരുന്ന സർക്കാരുകൾക്കും മറ്റധികാരികൾക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. 8 വർഷക്കാലത്തിലധികമായിട്ടും സമരം തുടരുകയാണ് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ. 2014 മെയ് മാസത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ കുളത്തൂർ വെങ്കടമ്പ് പുതുവൻ വീട്ടിൽ ശ്രീജീവ് പാറശാല പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്. അന്ന് തിരുവനന്തപുരം പാറശാല പോലീസ് സ്റ്റേഷനിൽ CA ആയി ജോലി ചെയ്തിരുന്ന ഗോപകുമാർ എന്ന പോലീസുകാരൻ മോഷണക്കുറ്റം ആരോപിച്ച് ശ്രീജിത്തിന്റെ സഹോദരൻ ശ്രീജീവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് ശ്രീജീവിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. കേസിൽ കുറ്റക്കാരനായ ഗോപകുമാറിനെതിരെ IPC 302, 304, 330, 218 എന്നീ വകുപ്പുകൾ ചുമതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവുണ്ടായെങ്കിലും അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകാതിരിക്കുകയും അതിന്റെ പ്രതിഫലമെന്നോണം ഗോപകുമാർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ വരുന്ന കേസുകളിൽ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു വരികയുമാണ് എന്നാണ് ശ്രീജിത്ത് ആരോപിക്കുന്നത്. പ്രതിയായ ഗോപകുമാർ എന്ന CI പാറശാല പോലീസ് സ്റ്റേഷനിൽ 2014 കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഫിലിപ്പോസ് എന്ന പേരുള്ള പോലീസ് ഗ്രേഡ് SIയുടെ ബന്ധുവായ യുവതിയുമായി കൊല്ലപ്പെട്ട ശ്രീജീവ് എന്ന ചെറുപ്പക്കാരന് അടുപ്പമുണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും മറ്റുമുള്ള ആരോപണം ഉന്നയിച്ചായിരുന്നു ശ്രീജീവിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കി എന്ന് തന്നെയാണ് ശ്രീജിത്ത് പറയുന്നത്. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് വിഷം നൽകി കൊന്നുവെന്നുമാണ് കേസിൽ പറയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ശ്രീജീവ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും തുടർന്ന് ശ്രീജീവിന്റെ ലിംഗവും വൃക്ഷണസഞ്ചിയും അടക്കം ഞെരിച്ചു ഉടച്ച നിലയിലാണ് കാണപ്പെട്ടത് എന്നും ശ്രീജിത്ത് വിശദീകരിക്കുന്നുണ്ട്. കസ്റ്റഡിയിലിരിക്കെ വിഷം കഴിച്ച ശ്രീജീവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കംപ്ലൈന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട്. എന്നാൽ യുവാവിന്റെ മരണം ആത്മഹത്യ അല്ലെന്നും പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്നും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. OP നമ്പർ 188/2014 എന്ന കേസിൽ സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് 2016 മെയ് മാസം 16 ഈ കേസിൽ CI ഗോപകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 2014 മെയ് 19 രാത്രി 10:30 പൂവാറിലെ വീട്ടിൽ നിന്നാണ് പാറശാല പോലീസ് ശ്രീജീവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. 2013 മോഷണ കേസിലാണ് 1 വർഷം കഴിഞ്ഞ് ശ്രീജീവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. മെയ് 20 രാത്രിയോടെ അവശനിലയിൽ പോലീസ് ശ്രീജീവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സഹോദരൻ ശ്രീജിത്തിന്റെ സമരത്തെ തുടർന്ന് CBI അന്വേഷണം നടത്തിയെങ്കിലും ഒടുവിൽ ആത്മഹത്യയെന്ന് വിധി എഴുതുകയായിരുന്നു. മർദ്ദനമല്ല, ആത്മഹത്യയെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന നിഗമനത്തിൽ എത്തുന്നതായിരുന്നു CBI റിപ്പോർട്ട്. കസ്റ്റഡി മർദ്ദനത്തിനുള്ള സാധ്യത നിർദ്ദേശിക്കുന്ന തെളിവുകളൊന്നും, പ്രത്യേകിച്ച് ശാസ്ത്രീയമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു CBI റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. കസ്റ്റഡി പീഡനത്തിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് വിധിക്കുകയും 10 ലക്ഷം രൂപ ഇടക്കാലാശ്വാസം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിടുകയും ചെയ്ത സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ കണ്ടെത്തലുകളിൽ നിന്നും തികച്ചും വിരുദ്ധമായിരുന്നു CBIയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. ഇതെല്ലാം കാണുമ്പോൾ പൃഥ്വിരാജിന്റെ ജനഗണമന എന്ന സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഒരൽപ്പം മാറ്റി പറഞ്ഞാൽ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്.